ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ധനസഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. പാമ്പ്, തേനീച്ച, കടന്നലാക്രമണം മൂലമുള്ള മരണത്തിന് 4 ലക്ഷം രൂപ സാമ്പത്തിക സഹായം അനുവദിക്കും. മനുഷ്യ വന്യജീവി സംഘർഷത്തെ സംസ്ഥാനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നിലവിലെ തീരുമാനം. സുനിഷ അയ്യലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഇതിപ്പോൾ നമ്മളോട് നേരത്തെ PV അൻവർ പറഞ്ഞതേയുള്ളൂ ഈ മാനദണ്ഡങ്ങളിലെ മാറ്റം. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച വിമർശനം മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുമ്പോഴും ശാസ്ത്രീയമായ പരിഹാരമൊന്നും എത്താതെ നിൽക്കുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ഈ മാനദണ്ഡങ്ങളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? റോഷ്നി, ഇക്കഴിഞ്ഞ മാർച്ച് 7-നായിരുന്നു മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ധനസഹായം നൽകുന്നതിൽ ചില മാനദണ്ഡങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറത്തിറക്കിയത്. അതായത് പ്രധാനമായും ഈ വന്യജീവി ആക്രമണം ഉണ്ടായാൽ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ഒപ്പം തന്നെ വനം വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നും ധനം നൽകുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപ നൽകുമെന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിലേക്ക് തന്നെയാണ്. പക്ഷേ അതിൽ 4 ലക്ഷം SDRFന്റെ ഫണ്ടിൽ നിന്നും ഒപ്പം തന്നെ 6 ലക്ഷം വനം വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നുമെന്നുമാണ് നിലവിലെ തീരുമാനത്തിൽ നിന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജീവിയുടെ ആക്രമണം ഉണ്ടാകുന്നത് അത് വനത്തിനകത്തായാലും പുറത്തായാലും ഈ ധനസഹായം നൽകുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാമ്പ്, തേനീച്ച, കടന്നൽ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റാൽ അല്ലെങ്കിൽ മരണപ്പെട്ടാൽ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നുള്ളതാണ്. നേരത്തെ ഇത്തരത്തിൽ വന്യജീവികളായി പരിഗണിച്ചുകൊണ്ടുള്ള ധനസഹായം നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. നിലവിൽ പറയുന്നത് പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിക്കുകയാണെങ്കിൽ അവർക്ക് 4 ലക്ഷം രൂപയാണ് നൽകുന്നത്. അവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപ നൽകും. അത് പൂർണ്ണമായും SDRFന്റെ ഫണ്ടിൽ നിന്നായിരിക്കുമെന്നുള്ളതാണ് നിലവിലെ പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. അതും ആക്രമണം വനത്തിന് പുറത്തായാലും അകത്തായാലും ഈ ധനസഹായം ലഭിക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ, ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിപ്പോഴും ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. ഒപ്പം തന്നെ ഗുരുതരമായി പരിക്കേൽക്കുന്ന വികലാംഗരായി മാറുന്ന ആളുകളൊക്കെ തന്നെയുണ്ട്. അവരെയൊക്കെ തന്നെയും ഈ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ധനസഹായം നൽകുന്ന മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിൽ പറയുന്നത് 40 മുതൽ 60% വൈകല്യമുള്ള തരത്തിലേക്ക് മാറുകയാണെങ്കിൽ അവർക്ക് 2 ലക്ഷം രൂപ കൈമാറുമെന്നുള്ളതാണ്. അത് SDRFൽ നിന്ന് 74,000 ഒപ്പം തന്നെ വനം വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്ന് 1,26,000 നൽകുമെന്നുള്ളതാണ്. ഒപ്പം 60% അധികമാണ് അംഗവൈകല്യം വന്നിട്ടുള്ളത് എങ്കിൽ അവർക്ക് 2,50,000 രൂപ നൽകുമെന്നുള്ളതാണ് നിലവിലെ മാനദണ്ഡ പ്രകാരം പറയുന്നത്. ഒപ്പം തന്നെ ആശുപത്രിവാസം, പലപ്പോഴും പലയിടങ്ങളിലും നിരവധി ദിവസങ്ങൾ ആശുപത്രിയിൽ കഴിയേണ്ട ആളുകളുണ്ട്. ഇവിടെ ചിലവാകുന്ന ഈ ചികിത്സയ്ക്ക് ചിലവാകുന്ന പണം അത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്കും പ്രത്യേകമായ ഒരു ധനസഹായത്തിനുള്ള മാനദണ്ഡം സർക്കാർ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം വേണ്ടിവരുന്ന ഗുരുതരമായ പരിക്കാണെങ്കിൽ അവർക്ക് ഒരു വ്യക്തിക്ക് 16,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ചികിത്സയുടെ രീതി അനുസരിച്ചാണ് അവർക്ക് ഇത് നൽകുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരാഴ്ചയിൽ കുറഞ്ഞ ആശുപത്രിവാസം വേണ്ടിവരുന്ന ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു വ്യക്തിക്ക് 5,400 മുതൽ ഒപ്പം തന്നെ 1 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം, ഇതാണ് ധനസഹായം എന്നുള്ളതാണ് ഈ മാനദണ്ഡങ്ങളിൽ പറയുന്നത്. ഒപ്പം വീടുകൾ, മറ്റ് പരിക്കുകളൊന്നും ഇല്ലെങ്കിലും പലയിടങ്ങളും നേരത്തെ ഈ റോഷ്നി പറഞ്ഞതുപോലെ ആറളം പോലുള്ള ഇടങ്ങളിൽ ഇപ്പോഴും ഈ ആനയൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ഈ വീടുകൾ പൂർണ്ണമായും ഭാഗികമായും ഒക്കെ തകരുന്നൊരു സാഹചര്യമുണ്ട്. അത്തരം സന്ദർഭങ്ങളിലും പണം നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ ധനസഹായം നൽകണമെന്നുള്ളതാണ് സർക്കാരിന്റെ മാനദണ്ഡത്തിൽ പറയുന്നത്. വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന കുടുംബങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ അതിന് 2,500 രൂപ, വീട്ടുപകരണങ്ങൾക്കായി 2,500 രൂപ, അങ്ങനെ വ്യത്യസ്ത തരത്തിൽ തന്നെ തരം തിരിച്ചുകൊണ്ടുള്ള ഒരു ധനസഹായം നൽകുന്ന രീതിയാണ് പുതിയ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. റോഷ്നി.